കോൺസെൻട്രേറ്റഡ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, കുറച്ച് അപകടകാരിയാണ്. നമ്മളത് വെള്ളം ചേർത്തിട്ട് നേർപ്പിക്സാണ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്ന് ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ലെസണിലാണുള്ളത്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ കാണാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? ടേസ്റ്റ്, രണ്ടാമത്തേത് ആക്ഷൻ ഓൺ ഇൻഡിക്കേറ്റേഴ്സ്, മൂന്നാമത്തേത് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി നാലാമത്തേത് പഠിക്കാനുള്ളത് റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റലുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? സിങ്ക് പോലെയുള്ള സോഫ്റ്റ് മെറ്റലുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. അതൊരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്ന നല്ലൊരു എക്സ്പെരിമെൻ്റ് നമുക്ക് കാണണം. എന്താണ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ആസിഡ് പ്ലസ് മെറ്റൽ ഗിവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അവിടെ ഒരു സാൾട്ടും ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസും എമിറ്റ് ചെയ്യും. ഈ സാൾട്ട് എന്ന് പറയുമ്പോൾ സാധാരണ കറിവേപ്പില സാൾട്ടല്ല, സീ സാൾട്ടല്ല. കെമിസ്ട്രിയിൽ സാൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ആനയോണും കാറ്റയോണും റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നൊരു പ്രൊഡക്റ്റിനെയാണ് സാൾട്ട് എന്ന് പറയുക. അത് ചിലപ്പോൾ NaCl ആവാം, ഇനി അതല്ല വേറെ എന്തെങ്കിലും സാൾട്ടും ആവാം. എന്താണ് ആനയോൺസ് ആർ ദി നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, കാറ്റയോൺസ് ആർ ദി പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു സാൾട്ട് ഫോം ചെയ്യും, ഒരു ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. എപ്പോൾ? മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്. ഇനി രണ്ടാമത്തേത് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ കാർബണേറ്റ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്. ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ കാർബണേറ്റ് ആയിട്ട് ആസിഡ് റിയാക്ട് ചെയ്താൽ അവിടെ എന്ത് കിട്ടും? നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് ആൽക്കലി മെറ്റൽസ് ഉള്ളത്, രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഉള്ളത്. ആൽക്കലി മെറ്റൽസിന് ഏതൊക്കെയാണ് ഉദാഹരണം? സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, ഇതൊക്കെ ആൽക്കലി മെറ്റൽസാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഉള്ളത്. ഏതൊക്കെയാണ്? മഗ്നീഷ്യം, കാൽസ്യം. ഒന്നാമത്തെ ആൽക്കലി മെറ്റൽസ് ഒന്നാം ഗ്രൂപ്പിന് എന്താ പ്രത്യേകത? അത് അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. സോഡിയത്തിൻ്റെ 11ആണ്. 11 എന്ന് പറയുമ്പോൾ 2, 8, 1. ഇതേപോലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എല്ലാ എലമെൻസിനും അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ഒരു ഇലക്ട്രോണാണ് റിയാക്ഷനിൽ പങ്കെടുക്കുക. രണ്ടാമത്തേത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. അത് രണ്ടും റിയാക്ഷനിൽ പങ്കെടുക്കും. അപ്പം മെറ്റൽ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ മെറ്റൽ ഉദാഹരണം സോഡിയം കാർബണേറ്റ് Na2CO3, കാർബണേറ്റ് Na2CO3. അതേപോലെ NaHCO3 മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് HCO3. അത് നമ്മൾ റിയാക്ഷൻ ചെയ്ത് കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ജനറലായിട്ട് പറയുകയാണെങ്കിൽ മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ് ഗിവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് CO2. സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് CO2, കാർബൺ ഡൈ ഓക്സൈഡും സാൾട്ടും വാട്ടറും ഫോം ചെയ്യും. മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആണെങ്കിൽ അത് തന്നെയായിരിക്കും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് പ്ലസ് ആസിഡ്. അവിടെ സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് CO2 ഫോം ചെയ്യും. ഇനി അടുത്തതാണ് മെറ്റൽ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡ് പ്ലസ് മെറ്റൽ ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുക? അവിടെ സാൾട്ടും വാട്ടറും തന്നെയാണ് ഫോം ചെയ്യുക. ലാസ്റ്റ് ഈ ആസിഡിൻ്റെ പ്രോപ്പർട്ടിയിൽ അവസാനത്തേത് എന്താണ്? ആസിഡ് റിയാക്ട് വിത്ത് ബേസ്. ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യുക? അവിടെ മേലത്തെ അതേ പ്രൊഡക്റ്റാണ് കിട്ടുക. ആസിഡ് പ്ലസ് ബേസ്, അവിടെ സാൾട്ടും വാട്ടറും തന്നെയാണ് ഫോം ചെയ്യുക. ആസിഡും മെറ്റൽ ഓക്സൈഡും റിയാക്ട് ചെയ്താലും സാൾട്ടും വാട്ടറും തന്നെയാണ് ഫോം ചെയ്യുക. ഈ ഒരു കാര്യത്തിൻ്റെ പ്രാക്ടിക്കൽ വശത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഒന്നാമത്തെ എക്സ്പെരിമെൻ്റാണ് മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്. സിങ്കും ആസിഡും റിയാക്ട് ചെയ്താൽ എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുക? നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമ്മളിവിടെ സിങ്കും ഡയലൂട്ട് H2SO4 റിയാക്ട് ചെയ്ത് ZnSO4 ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമ്മൾ എടുക്കുന്നത് ഡയലൂട്ട് H2SO4 ആണ്. കോൺസെൻട്രേറ്റഡ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, കുറച്ച് അപകടകാരിയാണ്. നമ്മളത് വെള്ളം ചേർത്തിട്ട് നേർപ്പിക്കുന്നു, ഡയലൂട്ട് H2SO4 ആക്കി മാറ്റുന്നു. അതിൻ്റെ കൂടെ സിങ്ക് ഗ്രാന്യൂൾസ് എടുക്കുന്നു, സിങ്കിൻ്റെ തകിടുകൾ. ഈ സിങ്കിൻ്റെ തകിടുകൾ നമ്മൾ കയ്യിലേക്കിട്ട് കളക്ട് ചെയ്തു. ഇതാണ് സിങ്ക് ഗ്രാന്യൂൾസ്. ഈ സിങ്ക് ഗ്രാന്യൂൾസ് നമ്മൾ നേരെ H2SO4ലേക്ക് ഇടുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് കുമിളകൾ ഉയർന്നു വരുന്നതായി കാണുന്നുണ്ട്. ഈ കുമിളകളാണ് ഹൈഡ്രജൻ ഗ്യാസ്. ഈ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ സമീപത്തേക്ക് തീ കൊണ്ടുവരികയാണെങ്കിൽ തീ ഒരു പ്രത്യേക ശബ്ദത്തോടു കൂടി അണഞ്ഞു പോകും. പോപ്പ് സൗണ്ട് എന്ന് പറയുക. ആ പോപ്പ് സൗണ്ടോടു കൂടി അണഞ്ഞു പോകും. കാരണം ഹൈഡ്രജൻ ഗ്യാസ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളൊരു ഗ്യാസാണ്. നമ്മുടെ മിസൈലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസും കൂടിയാണ് ഹൈഡ്രജൻ ഗ്യാസ്. നല്ല കത്തും ചിലപ്പം പൊട്ടിത്തെറിക്കാൻ സാധ്യത. ഇവിടെ
ടെസ്റ്റ് ട്യൂബ് മുകളിൽ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഈ ഇതിൽ മുഴുവൻ ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, അവിടെ ഒരു സൗണ്ട് കേട്ടോ, അതാണ് പോപ്പ്. ഈ റിയാക്ഷൻ നടന്നപ്പോൾ എന്താണ് റിയാക്ഷൻ നമ്മൾ കണ്ടത്? H2SO4ഉം അതേപോലെ തന്നെ സിങ്ക് ഗ്രാനുൾസും തമ്മിലുള്ള റിയാക്ഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതേ റിയാക്ഷൻ നമുക്ക് കാണാം. അതിൻ്റെ പിക്ചറാണ്. ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് കുമിളകളായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. സിങ്ക് ഗ്രാനുൾസ് ഉണ്ട്. പിന്നെ ഇതിലെന്താ ഉള്ളത്? ഡയല്യൂട്ട് H2SO4 സൾഫ്യൂരിക് ആസിഡാണുള്ളത്. ഈ ഗ്യാസ് വരുന്ന ഭാഗത്ത് തന്നെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ തന്നെ, അല്ലെങ്കിൽ കാൻഡിൽസ് അല്ലേ, അവിടെ പോപ്പ് സൗണ്ട് ഉണ്ടാവും. എന്താണ് പോപ്പ് സൗണ്ട് എന്ന് നമ്മൾ കണ്ടു. പെട്ടെന്ന് തന്നെ അത് അണഞ്ഞു പോകും. ഓക്കെ, ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ് it can be said that dilute sulfuric acid react with zinc to produce hydrogen gas. Dilute sulfuric acid സിങ്കുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. Similar reaction is observed when we use another metals like iron. അയൺ പോലെയുള്ള മറ്റുള്ള മെറ്റൽ റിയാക്ട് ചെയ്താലും ഇത് തന്നെയാണ് സംഭവിക്കുക. ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുക. In general, it can be said that in such reactions metal displaces hydrogen from acid and hydrogen gas is released. ആസിഡിലുള്ള ഹൈഡ്രജനെ അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് പകരം ആര് കയറി വരും? ആ ഭാഗത്തേക്ക് മെറ്റൽ കയറി വരും. ഓക്കെ, ജനറലി ആസിഡും മെറ്റലും റിയാക്ട് ചെയ്താൽ അവിടെ ഒരു സാൾട്ട് ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. ഇവിടെയാണ് ഓർക്കേണ്ടത്. എന്താണ് പറഞ്ഞത്? H2SO4 H2 ഉണ്ട് ഇവിടെ. ഈ H2നെ അവിടെ മാറ്റി പകരം ആ ഭാഗത്തേക്ക് ആര് കയറി വരും? ഈ സിങ്ക് കയറി വരും. മെറ്റൽ ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ ഫ്രം ദി ആസിഡ്. ആസിഡ് പാർട്ടിൽ നിന്നും ഹൈഡ്രജൻ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യും. പകരം ആര് കയറി വരും? മെറ്റൽ കയറി വരും. സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സാൾട്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന സാൾട്ട്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും എഴുതിയെടുക്കേണ്ടതാണ്. ഓരോ കളറിൽ കൊടുത്തത് ഓരോ പോയിൻ്റാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ കാർബണേറ്റ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്. മെറ്റൽ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ മെറ്റൽ, സോഡിയം ഒരു മെറ്റലാണ്, മഗ്നീഷ്യം ഒരു മെറ്റലാണ്, ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഓർമ്മയുണ്ടല്ലോ. മെറ്റൽ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ CO3. കാർബണേറ്റ് എന്ന് പറയുമ്പോൾ CO3. ഉദാഹരണത്തിന് കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് Na2CO3 ആണ് സോഡിയം കാർബണേറ്റ്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സോഡിയം ക്ലോറൈഡ് Na-യും Cl-ഉം കൂടി റിയാക്ട് ചെയ്യും. NaCl എന്ന് പറഞ്ഞാൽ സാൾട്ടാണത്. നമ്മൾ കറിവേപ്പിനാണ് NaCl എന്ന് പറയും. പക്ഷെ അത് അക്വസ് സൊല്യൂഷൻ, വെള്ളത്തിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ H2O ഉണ്ടാവും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. ഇതാണ് സോഡിയം. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പാത്രമുണ്ട്. ഈ പാത്രത്തിൽ നമ്മൾ 575 ഗ്രാം സോഡിയം കാർബണേറ്റ് Na2CO3 ആഡ് ചെയ്യുന്നു. ഏകദേശം 575 ഗ്രാം ആയിട്ടുണ്ട്. ഇനി ഈ സോളിഡ് സ്റ്റേറ്റിലാണ് സോഡിയം കാർബണേറ്റ് ഉള്ളത്. അതൊരു പൊടിയാണ്, വെള്ളപ്പൊടി. ഇതിലേക്ക് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അണ്ടിൽ ഫിസ്സിങ് സീസസ്. എന്താണ് ഫിസ്സിങ്? നുരഞ്ഞ് പൊങ്ങൽ നിൽക്കുന്നത് വരെ ഇതിലേക്ക് നമ്മൾ നുരഞ്ഞു പൊങ്ങുന്നുണ്ട്. അത് നമ്മൾ തൽക്കാലം മൂടി വെച്ചു. കുറച്ചുകൂടി ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. നുരഞ്ഞു പൊങ്ങൽ നിൽക്കുന്നത് വരെയാണ്. ഓക്കെ, ഫിസ്സിങ് സീസസ്. ഓക്കെ, അത് നിന്നിട്ടുണ്ട്. ഏകദേശം റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റിയാക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ കംപ്ലീറ്റ് നടന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാക്കി നോക്കുന്നു. ചൂടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഉപ്പ് രസം NaCl അത് സോളിഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടെക്സ്റ്റിൽ അക്വസ് സൊല്യൂഷനാണ്, വെള്ളത്തിലാണ് ഇപ്പോൾ ഉപ്പുള്ളത്. ആ ഉപ്പ് വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കും. സാധാരണ ഉപ്പാണ് NaCl. ഇവിടെയുള്ള സാൾട്ട് NaCl ആയതുകൊണ്ടാണത്. NaCl എന്ന് പറയുമ്പോൾ കറിയുപ്പ് തന്നെ. അപ്പോൾ ഇതിൽ ഡ്രൈ ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടില്ല. ഒന്നുകൂടി ചൂടാക്കി നോക്കാം.
ഇവിടെ റിയാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് ടെക്സ്റ്റ് കണ്ടത്. NaClഉം H2Oയും CO2. NaClഉം വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. NaCl ചൂടാക്കിയപ്പോൾ നമുക്ക് സോളിഡ് ഫോമിലുള്ള NaCl കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതാണ് NaCl. എത്ര ഗ്രാം NaCl ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഏകദേശം 33.6 ഗ്രാമോളം NaCl നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ റിയാക്ഷൻ കറക്റ്റാണ്. ഓക്കെ, ആ റിയാക്ഷൻ നമ്മൾ കണ്ടു. സോഡിയം കാർബണേറ്റും HClഉം റിയാക്ട് ചെയ്ത സമയത്ത് സാൾട്ട് ഉപ്പ് ഫോം ചെയ്തു. അതേപോലെ തന്നെ H2Oയും ഫോം ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്തു. മെറ്റൽ കാർബണേറ്റും ആസിഡും റിയാക്ട് ചെയ്ത സാൾട്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്താണ്? മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്. സോഡിയം CO3 മാത്രമല്ല, ഹൈഡ്രജൻ കാർബണേറ്റ് HCO3 ആണ്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NaClഉം വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്തു. സാൾട്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. NaCl പ്ലസ് H2O പ്ലസ് CO2. ഇവിടെ അക്വസ് ഉണ്ട്. ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, സോഡിയം കാർബണേറ്റ് നമ്മൾ കണ്ടു, സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. ഇനിയുള്ളത് കാൽസ്യം കാർബണേറ്റ്. അതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? എവിടെയാണ് കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നത്? മെറ്റൽ ലൈം വാട്ടറിലേക്ക് നമ്മൾ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ കടത്തി വിടുകയാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് വെളുത്ത നിറമായിട്ട് മാറും, പാലും വെള്ളം പോലെയായിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മൾ ചുണ്ണാമ്പ് വെള്ളം കലക്കി വെച്ചിട്ട് അത് പച്ചവെള്ളം പോലെ ശുദ്ധമായി ചുണ്ണാമ്പ് അടിഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ട് വെള്ളം വേറെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഊതിക്കഴിഞ്ഞാൽ, നമ്മൾ പാലിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്ത് ആ വെള്ളം പെട്ടെന്ന് പാലും വെള്ളം പോലെയായി മാറും. ചില മജീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ വരുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഓക്കെ, ഇപ്പോൾ ജനറലി എന്ത് പറയാൻ പറ്റും? മെറ്റൽ കാർബണേറ്റും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സാൾട്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ്, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആണെങ്കിലും സാൾട്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആണ് അവിടെ ഫോം ചെയ്യുന്നത്. മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റും തമ്മിലുള്ള റിയാക്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റും HCl അവിടെ നിറഞ്ഞു പൊങ്ങുന്നുണ്ട്. നല്ല ഗ്യാസ് അവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും നമ്മൾ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുമ്പോൾ വീണ്ടും റിയാക്ഷൻ ചെയ്യുകയാണ്. അങ്ങനെ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിറഞ്ഞ പൊങ്ങൽ നിൽക്കുന്നത് വരെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നു. അടിയിൽ നമ്മൾ NaCl ഫോം ചെയ്തിട്ടുണ്ട് അടിയിൽ. അതേപോലെ തന്നെ വാട്ടറും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. formation of weak acid, NaHCO3, sodium hydrogen carbonate പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടായിട്ടുണ്ട്, H2O ഉണ്ട്, പിന്നെ NaCl അക്വസ് സൊല്യൂഷനിൽ സോഡിയം ക്ലോറൈഡും ഉണ്ടായിട്ടുണ്ട്. റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ ഓക്സൈഡുമായിട്ടുള്ള ആസിഡിൻ്റെ റിയാക്ഷൻ ഒന്ന് നമുക്ക് പഠിച്ചു നോക്കാം. എന്താണ് നമ്മുടെ എയിം? ടു സ്റ്റഡി ദ റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക. ബീക്കർ അതിന് ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ളത്, ആവശ്യമായിട്ടുള്ളത്. ഒരു ബീക്കർ, പിന്നെ ഒരു ഗ്ലാസ് റോഡ്, ഇളക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് റോഡ്, ഒരു ഗ്ലാസിൻ്റെ വടി, കോപ്പർ ഓക്സൈഡ്, CuO, ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ റിയാക്ഷന് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ബിഫോർ ദി റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പിട്ട് ഇതിലേക്ക് ഗ്ലാസ് റോഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബീക്കറിൽ എന്തുണ്ട്? ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ്.
കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് ബ്ലാക്ക്, അത് അടിഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇളക്കി കഴിഞ്ഞാൽ എന്തായി മാറി? ഇതിൻ്റെ നിറം തന്നെ മാറി, ബ്ലൂയിഷ് ഗ്രീൻ സൊല്യൂഷനായി മാറി. സാധാരണ ഹൈഡ്രോക്ലോറിക് ആസിഡ് പച്ചവെള്ളത്തിൻ്റെ കളറാണ്, പക്ഷേ ആ കളർ മാറി, ഏകദേശം ബ്ലൂയിഷ് ഗ്രീൻ കളറായി മാറിയിട്ടുണ്ട്. ഇതിലുള്ള കോപ്പർ ഓക്സൈഡ് കാണാനും ഇല്ല. എന്ത് സംഭവിച്ചു? ഈ കോപ്പർ ഓക്സൈഡ് എന്ത് സംഭവിച്ചു എന്നുള്ള റിയാക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ദ കോപ്പർ ഓക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് ഈ കോപ്പർ ആരുടെ കൂടെ റിയാക്ട് ചെയ്തു? ക്ലോറിൻ്റെ കൂടെ റിയാക്ട് ചെയ്തു. കോപ്പർ ക്ലോറൈഡ് ഫോം ചെയ്തു. കോപ്പർ 2 ക്ലോറൈഡ് എന്ന് പറയുക. അതിനെന്ത് പേരുണ്ട്? കുപ്രിക് ക്ലോറൈഡ്. വാട്ട് ഈസ് കുപ്രിക് ക്ലോറൈഡ് എന്ന് ചോദിച്ചാൽ CuCl2. അതിനാണ് കുപ്രിക് ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതും H2Oയും വാട്ടറും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെയും അതുപോലെ തന്നെയാണ്. വേറൊരു മെറ്റൽ ഓക്സൈഡാണ് കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡ്. ഈ കാൽസ്യം ആരുടെ കൂടെ റിയാക്ട് ചെയ്യുന്നു? ക്ലോറിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ CaCl2 ഫോം ചെയ്യുന്നു, ഇവിടെ CuCl2 ഫോം ചെയ്യും, ഇവിടെ CaCl2 ഫോം ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? 2 ഹൈഡ്രജൻ അവിടെ ബാക്കിയുള്ളത്. പിന്നെ ഇവിടെ ഒരു ഓക്സിജനും. രണ്ടും കൂടി റിയാക്ട് ചെയ്താൽ 2 ഹൈഡ്രജനും ഓക്സിജനും H2O ഫോം ചെയ്തു. ഇവിടെയും അതേപോലെ തന്നെ. ഇവിടെയും 2 ഹൈഡ്രജൻ, മേലത്തെ റിയാക്ഷൻ കാണുന്നില്ലേ? 2 ഹൈഡ്രജനും ഇവിടെ ഒരു ഓക്സിജനാണുള്ളത്. അത് റിയാക്ട് ചെയ്യുമ്പോൾ H2O ഫോം ചെയ്യുന്നു. ജനറലായിട്ട് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മെറ്റൽ ഓക്സൈഡും ആസിഡും റിയാക്ട് ചെയ്താൽ സാൾട്ടും ഉണ്ടാവും, അവിടെ വാട്ടർ ഫോം ചെയ്യും. സാൾട്ട്, എല്ലാ സാൾട്ടും NaCl ആയിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? വെൻ മിക്സ്ചർ ഓഫ് ഡയല്യൂട്ട് HCl ആൻഡ് കോപ്പർ ഓക്സൈഡ് മിക്സ്ഡ്, ദി ബ്ലാക്ക് പാർട്ടിക്കിൾസ് ഓഫ് കോപ്പർ ഓക്സൈഡ് ക്യാൻ ബി സീൻ സസ്പെൻഡഡ് ഇൻ ദി കളർലെസ് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആദ്യം നമ്മൾ എന്ത് കണ്ടു? ആ കറുത്ത കോപ്പർ ഓക്സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആസ് ദി റിയാക്ഷൻ പ്രൊസീഡ്, നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ആ റോഡ് കൊണ്ട്, ആ വടി കൊണ്ട്, ദണ്ട് കൊണ്ട് ഇളക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു? ദി ബ്ലാക്ക് precipitate slowly dissolves and the color of the solution becomes bluish green due to the formation of copper 2 chloride. അവിടെ കോപ്പർ 2 ക്ലോറൈഡ്, കോപ്പർ ആസിഡിലുള്ള ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യുകയും ആ കോപ്പർ വെള്ളത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതിനെന്താണ് പറയുക? കുപ്രിക് ക്ലോറൈഡാണ് അവിടെ. കുപ്രിക് ക്ലോറൈഡാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഫ്രം ദിസ് ആക്ടിവിറ്റി വി ക്യാൻ കൺക്ലൂഡ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ കോപ്പർ ഓക്സൈഡ് ആൻഡ് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിസൾട്ട് ഇൻ ദി ഫോർമേഷൻ ഓഫ് കോപ്പർ 2 ക്ലോറൈഡ് അല്ലെ കുപ്രിക് ക്ലോറൈഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് കോപ്പർ ഓക്സൈഡുമായി റിയാക്ട് ചെയ്താൽ അവിടെ കുപ്രിക് ക്ലോറൈഡാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. വിച്ച് ഈസ് എ സാൾട്ട് ഓഫ് കോപ്പർ. അവിടെ കോപ്പറിൻ്റെ ഒരു സാൾട്ടാണ് എന്ത് പറയുക? കുപ്രിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ ഒരു സാൾട്ടാണ്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് CuCl2 ആണ്. NaCl എന്ന് പറയുന്നത് പോലെ ഒരു സാൾട്ടാണ് എന്ത്? CuCl2 എന്ന് പറയുന്ന ഒരു സാൾട്ട്. ദിസ് സാൾട്ട് ഫോംസ് ബ്ലൂയിഷ് ഗ്രീൻ സൊല്യൂഷൻ. അതിനാണ് ബ്ലൂയിഷ് ഗ്രീൻ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് ബേസ്. ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം എന്താണ്? ടു സ്റ്റഡി ദി റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേസ്. ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിനെന്തൊക്കെ ആവശ്യമായിട്ടുള്ളത്? ഒരു ടെസ്റ്റ് ട്യൂബ് വേണം, പിന്നെ ഒരു ഡ്രോപ്പർ, തുള്ളി തുള്ളി ഇറ്റിക്കാനായിട്ടുള്ള ഡ്രോപ്പർ വേണം, ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ വേണം, പിന്നെ സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH വേണം, പിന്നെ ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും വേണം. ഓക്കെ, നമുക്കെന്താണ് ചെയ്യാനുള്ളത്? ചിത്രത്തിലുള്ളതുപോലെ എന്താണ്? ഇതിലേക്ക് തുള്ളി തുള്ളികളായിട്ട് ഫിനോഫ്തലിൻ സൊല്യൂഷൻ ഇറ്റിക്കണം. ഏതിലേക്കൊക്കെയാണ് ഇറ്റിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടേക്ക് അബൌട്ട് 2 ml സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ പിന്നെ 2 മില്ലി സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH എടുക്കുക. Add a drop of phenolphthalein indicator to it and observe the color. അതിലേക്ക് 2 തുള്ളി പിന്നെ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഉറ്റിക്കുമ്പം അതിൻ്റെ കളർ എന്തായിരിക്കുമെന്ന് നോക്കണം. NaOH എന്താണ്? ആസിഡാണോ ബേസ് ആണോ? NaOH, OH ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്?
ബേസ് ആണ് NaOH. ബേസും ഫിനോഫ്തലിനും റിയാക്ട് ചെയ്താൽ എന്താണ് കിട്ടുക? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ബേസും ഫിനോഫ്തലിനും റിയാക്ട് ചെയ്താൽ ഏത് കളറാണ് കിട്ടുക? ഫിനോഫ്തലിൻ സൊല്യൂഷനും ആസിഡിക് സൊല്യൂഷനിൽ അതിൻ്റെ അകത്തൊരു പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല. ബേസിക് സൊല്യൂഷനിലാണെങ്കിലോ അതിന് പിങ്ക് കളർ ഉണ്ടാവും. പിങ്ക് കളർ, ഈ കളർ നമ്മൾ ഓർമ്മിക്കണം. ബേസിക് സൊല്യൂഷനിൽ അതിന് ഒരു പിങ്ക് കളർ ഉണ്ടാവും. ആസിഡിക് സൊല്യൂഷനിൽ കളറൊന്നും ഉണ്ടാവില്ല. ആസിഡും ബേസും അല്ലാത്ത ന്യൂട്രലിൻ്റെ അകത്തും എന്തുണ്ടാവില്ല? കളറ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ, ഒബ്സർവ് ദി കളർ. അപ്പോൾ അതിലേക്ക് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഉറ്റിച്ച് കഴിഞ്ഞാൽ എന്തായി മാറി? ആ ബേസിൻ്റെ കളറ് പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡ്രോപ്പർ dilute HCl drop solution constantly till the color disappear. ആ പിങ്ക് കളർ പോകുന്നത് വരെ അതിലേക്ക് എന്തിട്ടിക്കുക? നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉറ്റിച്ചുകൊണ്ടേയിരിക്കുക. Now add a few drops of NaOH solution. The color of solution restored. അപ്പോൾ വീണ്ടും ആ കളർ തിരിച്ചു വരും. ഇതാണ് പിങ്ക് കളർ. അപ്പോൾ ആസിഡും ആയിട്ട് NaOH എന്ന് പറയുന്ന ബേസും ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്ററും റിയാക്ട് ചെയ്ത സമയത്ത് അതിൻ്റെ കളർ എന്തായി മാറി? പിങ്ക് കളറായിട്ട് മാറി. NaOHൻ്റെ ഡയലൂട്ട് NaOHൻ്റെ കളർ എന്തായി മാറി? പിങ്ക് കളറായി മാറി. അതിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ എന്തായി? ആസിഡും ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്ററും റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? കളർലെസ് ആയി മാറും. അതിൻ്റെ കളറ് നഷ്ടപ്പെടും, കളറിൽ ഉണ്ടാവില്ല. ഇതിലേക്ക് വീണ്ടും നമ്മൾ NaOH ആഡ് ചെയ്താലോ, വീണ്ടും ബേസ് ആഡ് ചെയ്താൽ വീണ്ടും ഈ കളർ തിരിച്ചു വരും. ഇതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒന്നാമത്തെ റിയാക്ഷൻ ബിറ്റ്വീൻ NaOH ആൻഡ് HCl. എ പിങ്ക് കളർ സൊല്യൂഷൻ കണ്ടെയ്നിങ് NaOH സൊല്യൂഷൻ ആൻഡ് ഡ്രോപ്പ് ഓഫ് ഫിനോഫ്തലിൻ. ഈ പിങ്ക് കളറിലുള്ള സൊല്യൂഷൻ എന്താണ് കാണിക്കുന്നത്? ഫിനോഫ്തലിനും NaOHനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ബിയിലുള്ള എന്താണ്? സൊല്യൂഷൻ ബിക്കം കളർലെസ് ഓൺ ആഡിങ് ഓഫ് HCl. ഹൈഡ്രോക്ലോറിക് ആസിഡും ആസിഡിക് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ അതെന്തായി മാറി? അതിൻ്റെ കളർലെസ് ആയിട്ട് മാറി. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? When a drop of phenolphthalein is added to solution of NaOH solution become pink color. ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ എന്താണ്? ഈ NaOHലേക്ക് ഉറ്റിച്ച് കഴിയുമ്പോൾ അത് പിങ്ക് കളറായി മാറും. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഫിനോഫ്തലിനും ബേസും റിയാക്ട് ചെയ്താൽ പിങ്ക് കളറായി മാറും. ഓൺ ആഡിങ് HCl ദി കളർ ഓഫ് ദി സൊല്യൂഷൻ ഫെയ്ഡ്. HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഓഫ് ദി സൊല്യൂഷൻ ഫെയ്ഡ്, നഷ്ടപ്പെടും. ആ പിങ്ക് കളർ നഷ്ടപ്പെടും. ഡ്യൂ ടു ദി റിയാക്ഷൻ ബിറ്റ്വീൻ HCl ആൻഡ് NaOH. HClഉം NaOHും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. ബേസിക് നാച്ചർ നഷ്ടപ്പെടുമ്പോൾ അതെന്തായി മാറും? അത് കളർലെസ് ആയി മാറും. കാരണം ന്യൂട്രൽ സൊല്യൂഷനിൽ ഫിനോഫ്തലിൻ്റെ കളർ എന്താണ്? കളർലെസ് ആണ്, കളർ ഉണ്ടാവില്ല, പച്ചവെള്ളത്തിൻ്റെ കളറായി. When all of NaOH has reacted with HCl, the solution become colorless. അവർ മൊത്തമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർലെസ് ആയിട്ട് മാറും. ഓൺ ആഡിങ് NaOH the solution become pink color. വീണ്ടും NaOH ആഡ് ചെയ്താൽ വീണ്ടും ബേസിക് പ്രോപ്പർട്ടി തിരിച്ചു വരും. അപ്പം വീണ്ടും പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് എഴുതാൻ പറ്റും? ഫ്രം ദിസ് ആക്ടിവിറ്റി വി ക്യാൻ സീ ദാറ്റ്. ഇതിൽ നിന്നും മെയിനായിട്ട് എഴുതേണ്ടത് ഫ്രം ദിസ് ആക്ടിവിറ്റി വി ക്യാൻ സീ ദാറ്റ് when dilute HCl is added to NaOH, the solution to react with each other. NaOHും HClഉം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫിനോഫ്തലിൻ അവിടെ കൺസിഡർ ചെയ്യേണ്ട NaOHും HClഉം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ these two react with each other. അവർ രണ്ടും തമ്മിൽ റിയാക്ട് ചെയ്യും. when sufficient HCl added, വീണ്ടും നമ്മൾ HCl ആഡ് ചെയ്യണം. the basic properties of NaOH and acidic properties of HCl disappear. അവിടെ NaOHൻ്റെ ബേസിക് പ്രോപ്പർട്ടിയും HClൻ്റെ ആസിഡിക് പ്രോപ്പർട്ടിയും നഷ്ടപ്പെടും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ന്യൂട്രലൈസേഷൻ. അതിനെയാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുക. ഇത് NaOHൻ്റെയും HClൻ്റെ കേസിൽ മാത്രമല്ല, ജനറലായിട്ട് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അവിടെ എഴുതി വെച്ചോ, എല്ലാവരും എഴുതുക. എന്താണ് എഴുതാനുള്ളത്? വെൻ
an acid react with a basic substance like NaOH and HCl. The properties of basic substance and the properties of acidic substance is disappear. This process is called neutralization. അതിനെയാണ് നമുക്ക് ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കാൻ കഴിയുക. എല്ലാവരും എഴുതിയിട്ടുണ്ടാവുന്നതായിരിക്കും. ഇറ്റ് റിസൾട്ട് ഇൻ ദി ഫോർമേഷൻ ഓഫ് സാൾട്ട് ആൻഡ് വാട്ടർ. അവിടെ ഒരു സാൾട്ടും ഒരു വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. ദി റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ദി സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. ഈ റിയാക്ഷനും അവിടെ എഴുതി വെച്ചാൽ മെയിനായിട്ട്. ഓക്കെ, HCl-ഉം NaOH-ഉം റിയാക്ട് ചെയ്യുമ്പോൾ ഈ Na ആരെ കൂടെ പോകും? Cl-ൻ്റെ കൂടെ പോകും. NaCl-ൻ്റെ കൂടെ പോകും. NaCl ഫോം ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും ഒരു H ഉണ്ട്, ഇവിടെയും ഒരു H ഉണ്ട്, 2 H ആയി. പിന്നെ ഒരു O ഉണ്ട്, 2 H-ഉം O'യും H2O ഫോം ചെയ്യും. ദാറ്റ് ഈസ് H2O. വാട്ടറും ഫോം ചെയ്യും. സോഡിയം ക്ലോറൈഡ് സോളിഡ് ആണോ? അല്ല, അക്വ സൊല്യൂഷനിലായിട്ടാണ് അത് ഉണ്ടാവുക, വെള്ളത്തിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ H2SO4 സൾഫ്യൂരിക് ആസിഡും KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ബേസാണ്, സ്ട്രോങ് ആസിഡാണ്. ഈ K ആരെ കൂടെ പോവും? SO4ൻ്റെ കൂടെ പോവും. പിന്നെ ഇവിടെയും ഒരു H ഉണ്ട്, ഇവിടെയും ഒരു H ഉണ്ട്. ഇവിടെ ഓൾറെഡി ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2 H ഉണ്ട്. ഇവിടെ 2 K ഉണ്ട്, പിന്നെ 2 O ഉണ്ട്. ഓക്കെ, ഇത്ര ഓർമ്മിച്ചാൽ മതി. ഈ K ആരെ കൂടെ പോവും? SO4ൻ്റെ കൂടെ പോവും. 2 K ഉള്ളതുകൊണ്ട് K2SO4 ആയി മാറും. ബാക്കി H2O ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ജനറലി പറയുകയാണെങ്കിൽ ആസിഡ് പ്ലസ് ബേസ്, ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സാൾട്ടും വാട്ടറും ഫോം ചെയ്യും. പിന്നെ ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, റിയാക്ഷൻസൊക്കെ. H2SO4-ഉം KOH-ഉം റിയാക്ട് ചെയ്താൽ K2SO4-ഉം H2O-യും ഫോം ചെയ്യും. ഇനി ലാസ്റ്റ് കൊറോസീവ് നാച്ചർ. നമ്മൾ കൊറോഷനൊക്കെ പഠിച്ചിട്ടുണ്ട്, തുരുമ്പിക്കൽ. എന്നാൽ അതുപോലെ തന്നെയുള്ളൊരു സംഭവമാണ് കൊറോസീവ് നാച്ചർ. എന്താണെന്ന് നോക്കാം. ദി എബിലിറ്റി ഓഫ് ആസിഡ് ടു അറ്റാക്ക് വേരിയസ് സബ്സ്റ്റൻസ് ലൈക്ക് metal oxide and metal hydroxide is referred as their corrosive nature. ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാനും മെറ്റൽ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാനും മെറ്റൽ ഹൈഡ്രോക്സൈഡായിട്ടൊക്കെ റിയാക്ട് ചെയ്യാം. മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് നമ്മൾ കണ്ടില്ലേ? മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് നമ്മൾ കണ്ടു, മെറ്റൽ ഹൈഡ്രോക്സൈഡൊക്കെ റിയാക്ട് ചെയ്ത് കണ്ടു. ഇങ്ങനെ ഇതിനെയൊക്കെ മെറ്റലിനെയും മെറ്റൽ ഹൈഡ്രോക്സൈഡിനെയൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുക? കൊറോസീവ് നാച്ചർ എന്ന് പറയാം. കൊറോസീവ് നാച്ചർ എന്ന് പറയാം. ഇവിടെ ഓക്സിഡേഷനും ഒക്കെ നമ്മൾ റിഡോക്സ് റിയാക്ഷനൊക്കെ ഇനി പഠിക്കാനുണ്ട്. ജനറലായിട്ട് കൊറോസീവ് നാച്ചർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബേസിൻ്റെ പ്രോപ്പർട്ടീസ് കാണണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്കിനി അടുത്ത ബേസിൻ്റെ പ്രോപ്പർട്ടി കാണാം. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.